السلام عليكم ورحمة الله وبركاته. الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായി, ഒരുപാട് വൈവിധ്യമാർന്ന രോഗങ്ങൾക്ക് വിധേയരായി ഒരുപാട് ആളുകൾ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. എല്ലാ കഷ്ടപ്പെടുന്ന രോഗികൾക്കും അള്ളാഹു ശിഫ നൽകി സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്ക് എല്ലാം ഖബറിലും നാളെ പരലോകത്തും അള്ളാഹു ശാന്തിയും സമാധാനവും സ്വർഗീയ ജീവിതവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ ആളുകൾക്കുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ വില ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മയ്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ, നമ്മളൊപ്പക്ക് വേണ്ടിയാവാം, ഉമ്മക്ക് വേണ്ടിയാവാം, സഹോദരന് വേണ്ടിയാവാം, മക്കൾക്ക് വേണ്ടിയാവാം, ഭാര്യയ്ക്ക് വേണ്ടിയാവാം, ഭർത്താവിന് വേണ്ടിയാവാം, ആർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഖബറിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ ആ മയ്യത്തിന് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ആമീൻ പറയുന്ന നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കൽബ് തൊട്ടുകൊണ്ട്, മനസ്സ് തൊട്ടുകൊണ്ട് ആമീൻ പറയണം. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന അവർക്ക് ലഭ്യമാവുകയുള്ളൂ. അതിൻ്റെ അനുഗ്രഹമോ റസൂലുള്ളാഹി പറയാൻ, മൽ മയ്യിത്തു ഫിൽ ഖബരി കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഖബറാളികളായ ആളുകൾക്ക് നമ്മുടെ പ്രാർത്ഥന ലഭിക്കുമ്പോൾ അവർ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ആൾക്ക് ലഭിക്കുന്ന ഒരു പുൽക്കൊടി പോലെയാണ് അത്ര ഈ പ്രാർത്ഥന. ഒരു പുൽക്കൊടി കിട്ടിയാൽ ആ വ്യക്തി, വെള്ളത്തിൽ മുങ്ങിത്താവുന്ന വ്യക്തിക്ക് വളരെ സന്തോഷമാവും, അല്ലേ? അതുപോലെയാണത്രേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് ഓരോ വിശ്വാസിയും ആ മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങിത്താവുന്ന ആൾക്ക് പുൽക്കൊടി കിട്ടിയതുപോലെ ഒരു സമാധാനം ലഭിക്കും. റസൂലുള്ളാഹി പറയാണ്, ആ ഖബറാളി എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടത്രേ നമ്മുടെ പ്രാർത്ഥന. റസൂലുള്ളാഹി പറയാണ്, യൻതളിറു ദഅവതൻ
തൽഹഖുഹു മിൻ അബിൻ ഔ ഉമ്മിൻ ഔ അഖിൻ ഔ സദീഖിൻ. ഒന്നുകിൽ സുഹൃത്താവാം, അല്ലെങ്കിൽ സഹോദരനാവാം, അല്ലെങ്കിൽ ഉമ്മയാവാം, അല്ലെങ്കിൽ ബാപ്പയാവാം. അവരുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചാണ് ആ കബറാളി കിടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയിട്ടില്ലേ? ചിലപ്പോൾ നമ്മുടെ ബാപ്പയാവാം, നമ്മുടെ ഉമ്മയാവാം, നമ്മുടെ സഹോദരിയാവാം, നമ്മുടെ ഭാര്യയാവാം, നമ്മുടെ മക്കളാവാം. ആരായിരുന്നാലും ഖബറിൽ കിടക്കുന്ന ആള് ദുനിയാവിൽ ജീവിക്കുന്ന നമ്മുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ ഖബറിൽ കിടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പരലോകത്ത് അള്ളാഹുവിന്റെ കബറിടത്തിൽ അള്ളാഹു പ്രകാശം നൽകി അവരെ അള്ളാഹു ആനന്ദത്തിൽ ഏർപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി പറയുകയാണ്, ഫൈദാ ലഹിക്കത്തു, നമ്മളുടെ പ്രാർത്ഥന ഖബറിലെത്തിയാൽ കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ, ആ വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചു, ഈ ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്തും വെട്ടിപ്പിടിച്ചതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണത്ര നമ്മളുടെ പ്രാർത്ഥന. അപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയോ പ്രാർത്ഥിക്കാറില്ലേ? ആ പ്രാർത്ഥന അവർക്ക് ഈ ദുനിയാവിൽ ഇനി അവർക്ക് പ്രാർത്ഥന ഇല്ലല്ലോ, കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പൊ നമ്മളുടെ പ്രാർത്ഥന ദുനിയാവും ദുനിയാവുള്ള മുഴുവൻ സമ്പത്തുക്കളും സമ്പാദിക്കുന്നതിനേക്കാൾ ലാഭമാണത്ര ഈ പ്രാർത്ഥന. അപ്പൊ എത്രത്തോളം ഗൗരവത്തോടുകൂടി പ്രാർത്ഥിക്കണം മനസ്സിലായോ? ഇത് മരിച്ചുപോയ ആളുകളെ പലപ്പോഴും നമുക്ക് സ്നേഹം ഉണ്ടാവാം, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്രമാത്രം ആത്മാർത്ഥത കാണാറില്ല. സാധാരണ എല്ലാവരും റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടല്ല. ഈ പ്രാർത്ഥന പഠിച്ചോനെ എന്റെ മാതാപിതാക്കൾക്ക് ലഭ്യമാകണേ, അതുവഴി അവർക്ക് ഈ ദുനിയാവിലെ സർവസ്വ സമ്പത്തും നേടിയതിനേക്കാൾ ലാഭവും പ്രതിഫലവും ഗുണവും അല്ലാഹു നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം ഈ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ളാഹി പറയാണ്, തുടരുകയാണ്, വഇന്നല്ലാഹ തആല യുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂർ മിൻ ദുആഇ അഹ്ലിൽ അർദ്, ഭൂമിയിലുള്ള ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ഖബറിലേക്ക് എത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു എത്തിക്കും. എങ്ങനെ പറഞ്ഞത്? വഇന്നല്ലാഹ തആല യുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂർ, ഖബറാളികൾക്ക് അള്ളാഹു ആ പ്രാർത്ഥന എത്തിക്കും. അള്ളാഹ് എത്തിക്കും. ചെറിയ കാര്യമല്ല, അള്ളാഹ് എത്തിക്കും നിങ്ങളുടെ പ്രാർത്ഥന. എന്നിട്ട് പറയാം, അംസാൽ ജിബാൽ, പർവ്വത സമാനമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നിങ്ങൾക്ക് ലഭിക്കും, അവർക്കും ലഭിക്കും. പുണ്യം ലഭിക്കും. ആ ഖബറിൽ ഒരു പർവ്വത സമാനമായ പുണ്യം ആ ഖബറാളിക്ക് ലഭിക്കും. അതുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതം രണ്ട് തരത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ജാസിയയിൽ അള്ളാഹു പറയുന്നു, അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യാത്ത് അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് സവാഅൻ മഹിയാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യാത്ത്, ഭൂമിയുടെ ജീവിതം മുഴുവൻ തമ്മാടിത്തങ്ങൾക്കും താന്തോന്നിത്തങ്ങൾക്കും തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവരും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കുന്നവരുടെയും ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഖുർആൻ പറയാം, സാമായ കേൾക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ ആ ചിന്ത വളരെ മോശമാണ്. അവർ രണ്ടുപേരുടെയും ജീവിതവും മരണവും ഒരുപോലെയല്ല. അള്ളാഹുവിന് ജീവൻ സമർപ്പിച്ചവരും അള്ളാഹുവിന് ജീവൻ സമർപ്പിക്കാതെ തോന്നിവാസികളായി ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നടക്കുക. സമ്പാദിച്ചുണ്ടാക്കിയതും അധ്വാനിച്ചുണ്ടാക്കിയതും വെട്ടിപ്പിടിച്ചതും അങ്ങനെയുണ്ടല്ലോ. ഒരുപാട് ആളുകൾ വഞ്ചിച്ചുണ്ടാക്കി ഈ മുതലെല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കാൻ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ആ ആഹ്വാനമാണ് ഞാൻ ഖുത്ബയുടെ മുഖവരിയിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലായത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഭൂമിയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഘട്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതും വെട്ടിപ്പിടിച്ചതും വഞ്ചിച്ചുണ്ടാക്കിയതും സർവസ്വ മുതലും ഭൂമിയിൽ വിട്ടേച്ചുകൊണ്ട് നിന്റെ അന്തിമ യാത്ര പോകുന്നത് നീ ഓർക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അത് മടക്കുന്ന അല്ലാഹുവിലേക്കാണ്. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്, എന്താണോ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചത് സമ്പൂർണമായി അല്ലാഹു കൂലി തരും. അതിനാ കൊണ്ടുപോകുന്നത്. മയ്യത്ത് കൊണ്ട് കൊണ്ടുപോകുന്നത് വെറുതെ കൊണ്ടുപോകല്ല, സമ്പൂർണമായി എന്താണോ അവൻ പ്രവർത്തിച്ചത്, നല്ലത് പ്രവർത്തിച്ചെങ്കിൽ നല്ലത്. അതെവിടും തുടങ്ങും? ഖബറും തുടങ്ങും. നമുക്ക് നോക്കാം. ഖുർആൻ പറയാം, എന്ത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എല്ലാം മടക്കി പെട്ടിയിലാക്കി സമ്പാദിച്ചതും അധ്വാനിച്ചതും കട്ടപ്പെട്ടതും എല്ലാം ഭൂമിയിൽ വിട്ടേച്ചുകൊണ്ട് നീ പോകുന്ന സന്ദർഭത്തെ ഓർക്കണം. അതിനെ സൂക്ഷിക്കണം, ആ ഒരു ദിവസത്തെ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ,
പിന്നെ അള്ളാഹു പൂർത്തീകരിച്ചു. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യർക്കും പൂർത്തീകരിച്ചു. മാ കസബത്ത്, എന്താണോ സമ്പാദിച്ചത്. വഹും ലാ യുളമൂൻ, ഒരു അനീതിയും അള്ളാഹു അവരോട് മനുഷ്യന്മാരോട് പ്രവർത്തിക്കൂല. ചെയ്യാത്തൊരു കാര്യത്തിന് അള്ളാഹു ശിക്ഷിക്കൂല, ചെയ്ത കാര്യത്തിന് അള്ളാഹു പ്രതിഫലം തരാണ്ടക്കൂല, ഒരു അനീതിയും അള്ളാഹു കാണിക്കൂല. അപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ദുനിയാവിന് വേണ്ടി വെട്ടിപ്പിടിക്കാൻ ഓടിച്ചാടി ജീവിതം മുഴുവനും ആർക്കോ വേണ്ടി അധ്വാനിക്കുന്നവരെ ഓർക്കുക, ഒരു നാൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് പോകും. ആ പോകുന്ന പോക്ക് വളരെ പ്രയാസത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വാസവും സൽക്കർമ്മനിരതവുമായ ജീവിതത്തിൽ ഒരണു അളവ് വ്യത്യാസം വരാതെ തന്റെ ജീവിതത്തിൽ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുക. ആഖിർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഏറ്റവും വലിയ നികൃഷ്ട ജീവിയാണ്. സ്വന്തം പരലോകം ഓർക്കാതെ മക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആഖിർ മറന്ന് ജീവിച്ച വ്യക്തിയെ ശർറു ദവാബ് എന്നാ ഖുർആൻ ഉപയോഗിച്ച്, ഏറ്റവും നികൃഷ്ട ജന്തു. പരലോകം മറന്നാ ജീവിച്ചത്, ഒന്നും നേടിയില്ല. മയ്യത്ത് കാലി ടിന്ന് പോലെ പോവുകയാണ്. സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ടിന്നൊക്കെ വെളിച്ചെണ്ണ ഒഴിവാക്കിയാൽ ടിന്ന് പോകില്ലേ, അതുപോലത്തെ കാലി ടിന്നാണ് 95% മയ്യത്തുകൾ ഭൂമിയിൽ നിന്ന് പോകുന്നത്. നമ്മളങ്ങനെ ആവരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും, അവരുടെ മരണവും നമ്മുടെ മരണവും ഒരുപോലെയല്ല. വിശുദ്ധ ഖുർആൻ തനിക്ക് തോന്നിയതുപോലെ ജീവിച്ച, അള്ളാഹിന്റെ കൽപ്പനകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് അള്ളാഹു തന്നെ സൂറത്ത് അൻഫാലിൽ അള്ളാഹു പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അള്ളാഹ് പറയാ, കഫറു, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ താന്തോന്നിയായി ജീവിച്ച ആളുകൾ മരിക്കുന്ന രംഗം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ, ആ രംഗം നീ കാണേണ്ടതാ മുഹമ്മദ്. കഫറു എങ്ങനെയാണ്? അൽ മലായിക്കത്ത് യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗത്തും മരണവേളയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അതിശക്തമായി അടിക്കും. പക്ഷെ നമ്മൾ കാണില്ല, ഉണ്ടോ? നമ്മൾ കാണാത്തത് കൊണ്ട് അവിടെ അടി അടക്കുന്നില്ല എന്ന് പറയാൻ ചില ആളുകൾ അടങ്ങാറുണ്ട്. അവർക്കറിയില്ല വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം. മുഖത്തും അടിക്കും, അവരുടെ പിൻഭാഗത്തും അടിക്കും. എന്നിട്ടോ അടിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങുമോ? റൂഹ് ഇല്ല. അവർ പറയുന്നത് അറിയോ? അഹ്രിജു അൻഫുസക്കും, നിന്റെ ശക്തി ഉപയോഗിച്ച് മുഴുവനും നീ അള്ളാഹ്ക്കെതിരല്ലേ പണിയെടുത്തത്, ഇത്രയും കാലം അള്ളാഹ്ക്കെതിരല്ലേ പണിയെടുത്തത്. നിനക്ക് വേണ്ടി, നിന്റെ മയ്യത്തിന് വേണ്ടി, നിന്റെ അവസാന യാത്രക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ലോ. ഉണ്ടാക്കിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നിമിഷം ആലോചിച്ച് നോക്കി, എന്തുണ്ടാക്കി? ഒരു സെക്കൻഡ് മാത്രം ചിന്തിച്ചു നോക്കി. ആണും പെണ്ണും ചിന്തിക്കട്ടെ, എന്തുണ്ടാക്കി? ഇവിടെ നാശം ഉണ്ടാക്കാനല്ല, ഇവിടെ നല്ല നന്മയിലൂടെ നടന്നു പോകുന്ന കാര്യങ്ങൾക്ക് വികാരം ഉണ്ടാക്കാനല്ല. പലർക്കും അങ്ങനെ പ്രവർത്തന രംഗത്ത് അറിഞ്ഞപ്പോഴാണോ, എന്തിനെങ്കിൽ വികാരം ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര പ്രവർത്തനം. നേർക്ക് പോകുന്ന വഴിക്ക് പോകാൻ കഴിയില്ല. നേർക്ക് പോകാത്ത വഴി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എതിരിലുള്ള വല്ല പ്രവർത്തനമാണെങ്കിൽ വളരെ സജീവമായിരിക്കും. നോക്കിയിട്ട് അതാണ് ദുഷിച്ച മനുഷ്യന്മാർ. അവരുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, എന്നിട്ട് അവരുടെ ആത്മാവിനെ ഏറ്റുവാങ്ങുമോ? ഇല്ല. അവർ മലക്കുകൾ പറഞ്ഞതാരോ, നിന്റെ ശക്തി ഉപയോഗിച്ച് നിന്റെ ജസദിൽ, നിന്റെ ശരീരത്തിൽ നീ തന്നെ പുറത്താക്ക്. അഹ്രിജു അൻഫുസക്കും. അങ്ങനെ കട്ടപ്പെട്ടോ പുറത്തേക്ക് തള്ളുമ്പോൾ ഒരു മ്ലേച്ഛമായ ആത്മാവിനെയാണ് മലക്ക് കയ്യോട് തൊടൂലാണ്. അവർ കയ്യോട് തൊടൂല ഈ മ്ലേച്ഛമായ ആത്മാവിന്. എന്താ കാരണം? ദുനിയാവിൽ ഈമാനില്ലാതെ അമലുസാലിയാത്തില്ലാത്ത എല്ലാ ദുഷ്കർമ്മവുമായി എല്ലാവരുടെയും അസൂയയും പകയും വിദ്വേഷവുമായി ജീവിച്ച് ഒരുപാട് കാലം കട്ടപ്പെട്ട് അവസാനം കൊണ്ടുപോവുകയാണ് മലക്ക്. പോക്കുറപ്പല്ലേ? ആർക്കും രക്ഷപ്പെടാൻ കഴിയോ? ഈ അടി കിട്ടാണ്ട് ആർക്കും പോകയില്ല. മയ്യത്തിന് മാത്രമേ അടി അറിയുള്ളൂ. എന്നിട്ട് ഖുർആൻ തന്നെ പറഞ്ഞതറിയോ? കല്ലായിദാ ബലഗത്തിൽ ഹുൽഖൂം, അന്നനാളത്തിലേക്ക് റൂഹെത്തുമ്പോൾ വാൻതും ഹീനൈദിൻ തൻദുറൂൻ, നീ മരിക്കുന്ന ആളുടെ ചുറ്റും നിങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും മരിക്കുന്ന ആളുടെ സക്രാത്തുൽ മൗത്ത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലാഹ് പറയാ, വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. റബ്ബ് സുബ്ഹാനഹു തആല ഓരോ മരിക്കുന്ന വ്യക്തിയുടെയും അടുത്ത് നാം ഉണ്ടായിരുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി, ഏറ്റവും അടുത്ത് നാം ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ. പക്ഷെ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് അല്ലാഹനെ കാണാൻ കഴിയില്ല, മയ്യത്ത് കാണും. മയ്യത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന 70,000 മലക്കുകളെയും ഈ മനുഷ്യർക്ക് വന്നു, മരിക്കുന്ന മനുഷ്യർക്ക് വന്നു. നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് മലക്കറിയില്ല എന്ന് പറയണ്ട, അടി കിട്ടുന്നില്ല എന്ന് പറയണ്ട കേട്ടോ. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, കേട്ടോ. ആ മലക്ക് പറയുന്നുണ്ട് അറിയോ, ഇതോടുകൂടി അവസാനിക്കുന്നില്ല.
നിന്റെ ശിക്ഷ ആരംഭിക്കുകയാണ്. എങ്ങനെ? വദൂഖൂ അദാബൽ ഹരീഖ്, നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് കരിച്ചു കളയുന്ന ശിക്ഷയിലേക്കാണ്, അല്ലാണ്ട് സൂഹിക്കാനല്ല കേട്ടോ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മനിരതമായി ജീവിക്കുകയും ചെയ്ത ആളുകളോ അവരും മരിക്കുന്നുണ്ട് ഇവിടെ ഭൂമിയിൽ. അവർ മരിക്കുമ്പോൾ തന്നെ അള്ളാഹ് പറഞ്ഞത്, അള്ളാഹു പറയുന്നു കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഇങ്ങനെയല്ല. മുത്തഖീങ്ങളുടെ മരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അവർക്ക് അള്ളാഹു കൊടുക്കും. എങ്ങനെ അവരെ അറിയാം? മലക്കുകൾ വന്നിട്ട് അവരോട് വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? സലാമുൻ അലൈക്കും, മരിക്കാൻ പോണ വ്യക്തിക്ക് മലക്കുകൾ സലാം ചൊല്ലും. സമാധാനായില്ലേ? ഖുർആനാ പറയുന്നത്. അതും എങ്ങനെ? ശുഭ്രവസ്ത്രം, വെളുത്ത, കാണാൻ അഴകുള്ള, ഒരു പേടിപ്പെടുത്താത്ത മലക്കുകളുടെ രൂപം, ഒരു ഭയവും ഉണ്ടാവില്ല അയാളുടെ മുഖത്ത്. അയാളോട് പറയുന്ന ലാ ഖൗഫുൻ അലൈഹിം, ഒരു പേടിയും പേടിക്കണ്ട, വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കും വേണ്ട, പോന്നോളൂ. അത് അവരെന്നെ കൊണ്ടുപോകും. അവരുടെ തൃക്കൈയാൽ അവർ മലക്കുകൾ ഏറ്റുവാങ്ങും. നമ്മൾ ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളണ്ട. നിങ്ങൾ കണ്ടാ പലരും മരിക്കുമ്പോൾ അല്ലെ, ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട്. നിങ്ങൾ ആത്മാവ് തൊണ്ടയിലേക്ക് എത്തിയിട്ട് ഓർ ഓർ എന്ന് മർമ്മര ശബ്ദം ഉണ്ടാക്കും. അതിങ്ങനെ തള്ളുക പുറത്തേക്ക്, ഒരെടുക്കുന്നില്ല. അത് നാം ചിന്തിക്കണം. ഇതൊരു മരണം എല്ലാവർക്കും ഉള്ളതാ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മരിച്ചാൽ മയ്യത്ത് കബറടക്കിയാൽ പിന്നെ സംഭവിക്കുന്ന അതിലും വലിയ പാടാ, അതിലും വലിയ പാടാ. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിച്ചോളി. ഈമാൻ നഷ്ടപ്പെടുത്തരുത്, അമലുസാധ്യമായിട്ട് നഷ്ടപ്പെടുത്തരുത്. ഒരു കാരണവശാലും ദുനിയാവിനെ മാറോട് ചേർത്ത് പിടിച്ച് ജീവിക്കരുത്. കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞു, ഇങ്ങനെ സങ്കടത്തോട് പറയാൻ ഈ വാക്കുകളില്ല. അതുകൊണ്ടാണ് ദുനിയാവ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വല്ലാണ്ട് വഞ്ചിക്കും. റസൂല പറഞ്ഞെന്താ? ഒത്തക്കു ദുനിയാവിനെ സൂക്ഷിച്ചോട്ടോ, നരകം ഉറപ്പാക്കും അതിന്റെ മുകളിൽ കെട്ടിമറിഞ്ഞാൽ. ദുനിയാവിനെ മാത്രമല്ല, ഒത്തക്കു നിസാൽ, പെണ്ണുങ്ങളെയും സൂക്ഷിച്ചോളി. പെണ്ണുങ്ങളെ ഒന്നുകിൽ സമ്പത്തിന് അല്ലെങ്കിൽ പെണ്ണിന്, രണ്ട് സംഭവവും മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുന്നു, മുത്തഖീകളുടെ മരണമോ അവരുടെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ തന്നെ അറിയിക്കുക, മരിക്കുമ്പോൾ തന്നെ അറിയിക്കുക നിങ്ങൾ സ്വർഗത്തിലേക്കാ. എന്താ കാരണം? ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ചു, അതുകൊണ്ടാണ് അങ്ങോട്ടാ കൊണ്ടുവന്നു. പേടിക്കണ്ട കേട്ടോ. ഇനിയോ അതിലും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്നത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് കിട്ടുന്ന ഗുണം നമ്മൾ തുടരും അല്ലെ. നമ്മൾ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് നന്നായി മരിക്കണമെങ്കിൽ മലക്കുകൾ സലാം പറഞ്ഞ് വളരെ ശുഭ്രവസ്ത്രധാരികളായ മനോഹരമായ മലക്കുകളെ കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ആഹാരത്തിലേക്ക് പോകണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ഒഴിവാക്കുക, ഒരുപാട് നന്മകൾ വളർത്തുക. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം, ഒരു കാരണവശാലും ചെറിയ വിശ്വാസം കൊണ്ടൊന്നും കഴിച്ചില്ല കേട്ടോ. നമുക്കൊക്കെ ഉള്ള ചെറിയ വിശ്വാസമാണ്. അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. മറ്റതിന് ഇങ്ങനെ മാടിക്കളിക്കും അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, പടച്ചോനെ എന്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. റസൂലിനെ പ്രാർത്ഥിക്കുക. കാരണം ഉറച്ചു നിൽക്കൂല, ഉറച്ചു നിൽക്കണം തോന്നും. ഇപ്പൊ ഈ ഖുത്ബ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇനി മാറണം, ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് അമലുസാലിയാത്തും ഈമാനൊക്കെ വർദ്ധിപ്പിച്ച് എന്റെ മരണം അള്ളാഹുവെ സ്വർഗത്തിലേക്കുള്ള യാത്ര ആവാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുമെന്നൊക്കെ എപ്പോഴും തീരുമാനിക്കും. പക്ഷെ ജുമാ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കിയാൽ സംഗതിയൊക്കെ മാറി. പിന്നെ നിങ്ങള് ഇബ്ലീസല്ല, നിങ്ങളിപ്പോ നന്നാവുക. നമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്കല്ല പോണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ പിടികൂടുകയും ഫഅൻസാഹും ദിക്റല്ല, അള്ളാഹിന്റെ ഓർമ്മ മറപ്പിച്ചു കളയും. പിന്നെ പറഞ്ഞ വാക്കുകളൊന്നും ഈ കേട്ട ഖുത്ബൊന്നും നിങ്ങളെ നയിക്കണം എങ്കിൽ മാത്രമേ രക്ഷപ്പെടാതെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മയ്യത്ത് മരിച്ചു, ഏത് രൂപം? രണ്ട് രൂപം പറഞ്ഞു. ഒന്ന് അടിച്ച് പ്രഹരിച്ചു കൊണ്ടുപോകണ റൂഹ്, മറ്റൊന്നോ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന മയ്യത്ത്. രണ്ടുകൂട്ടരുടെയും ജീവിതവും മരണവും ഒരുപോലെ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് അല്ലേ. ഇനിയോ അള്ളാഹ് പറയാം, ഇനി നിങ്ങൾ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ, ഇന്നൽ അബ്ദ ഇദാ ഉലിയ ഫീ ഖബ്രിഹി, മയ്യത്ത് ഖബറിലേക്ക് വെക്കുകയും വതവല്ല അൻഹു അസ്ഹാബ, ആ മയ്യത്ത് കൊണ്ടുവന്ന ആളുകളെല്ലാം ഖബറത്തുനിന്ന് പിരിയുകയും ചെയ്താൽ, ആ പിരിയുമ്പോൾ റസൂൽ പറയാ, ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം,
ഈ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പടി ശബ്ദം അള്ളാഹു ഖബറിൽ കിടക്കുന്ന ആളെ കേൾപ്പിക്കും. നിങ്ങൾ ഇറങ്ങിപ്പോണ ശബ്ദേ, എല്ലാവരും പിരിഞ്ഞു പോയല്ലോ. നമുക്കറിയാലോ, ഒരു മയ്യത്ത് പൊരേന്ന് എടുക്കുമ്പോൾ തന്നെ, പൊരേന്ന് മയ്യത്ത് തോള് കൊള്ളുമ്പോൾ തന്നെ റസൂലുള്ള പറഞ്ഞു, ഈ മയ്യത്ത് നിലവിളിക്കാൻ തുടങ്ങും. യാ വൈലി, എന്നെ കൊണ്ടുപോകല്ലേ നരകത്തിലേക്ക്. കാരണം ഇയാൾ ഖബർ കാണുന്നുണ്ട്. എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരിയുന്നുണ്ട് റസൂലുള്ള പറഞ്ഞു. ഓരോ മയ്യത്തും കരിയും കേട്ടോ. വിശ്വാസിയാണെങ്കിലോ നല്ല മനസ്സ്, അസൂയയില്ല, പകയില്ല, വിദ്വേഷമില്ല, ഇസ്ലാമിനെതിൽ പൊഴിച്ചില്ല, ഖുർആനെതിൽ പൊഴിച്ചില്ല, റസൂലുള്ളാഹിനെതിൽ പൊഴിച്ചില്ല, ഒരു വാക്ക് പോലും ദീനിനെതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിലോ റസൂലുള്ള പറയാണ്, അയാൾ മരിച്ചാൽ അയാൾ എന്നെ പറയത്രേ, നിങ്ങൾ ഇങ്ങനെ വെച്ചേക്കല്ലേ, ഇസ്രിഉ ബിൽ ജനാസ, എന്റെ മയ്യത്തുകൾ വേഗം ഖബറിലേക്ക് എത്തിച്ചേരണം. അയാൾ സ്വർഗ്ഗത്താനുണ്ട്, നിന്റെ മയ്യത്തുകൾ വേഗം എത്തിച്ചേരണം. ഇസ്രിഉ ബിൽ ജനാസ. എന്താ കാരണം? നല്ല മനുഷ്യനാണെങ്കിൽ റസൂൽ പറയാം, ഫഖൈറുൻ തുഖദ്ദിമൂന ഇലൈഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ സ്വർഗീയ ജീവിതം അനുഭവിക്കാൻ നിങ്ങൾ വേഗം അവിടെ കൊണ്ടാക്കണം. അതുകൊണ്ടല്ലേ മരിച്ചാൽ റസൂൽ പറഞ്ഞത്, മോൻ ഗൾഫിൽ നിന്ന് വരാനുണ്ട്, ഖത്തറിൽ നിന്ന് വരാനുണ്ട്, ആരോ വന്നോട്ടെ, അവനും പ്രശ്നം, അയാൾ പോയി, അയാളെ വേഗം ഉണ്ടാക്ക്. ഇവര് കണ്ടിട്ടൊരു കാര്യമില്ല. ഇവൻ വെറുതെ പറയാ ഗൾഫിൽ നിൽക്കും, എന്റെ ബാപ്പനെ എന്നെ എനിക്ക് കണ്ടിട്ട് മറാടിയാമെന്നുണ്ട്. ഓൻ വാശി പിടിക്കുക. അവൻ അള്ളാഹ്ക്കെതിരില്ല വർത്താനം പറഞ്ഞത്. ഓപ്പം അവന്റെ ഉമ്മാനും ബാപ്പാനും മയ്യത്ത് കണ്ടു വല്ല ലാഭമുണ്ടോ? ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഉണ്ടോ? ഓൻ ആ മരിച്ചത് ആ പറഞ്ഞ മയ്യത്ത് എത്ര നേരം ഇവിടെ നിർത്തിയില്ലേ? ഓൻ പിന്നീട് ഇവിടെ വന്നാലോ ഒരു ഖബറിന് പോയി ആ ബാപ്പാക്ക് വേണ്ടി വേർക്കാൻ പോലും 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാകാം മകൻ. പക്ഷെ ഒരു നേരം പോലും ആ ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് പാകപ്പെടാത്ത ഇവന്റെ ബാപ്പാന്റെ ഉമ്മാന്റെയും മയ്യത്ത് ഇവിടെ നേരത്തെ കൊണ്ടായി കൊടുക്കുന്നതിന് പകരം ഇവിടെ നിർത്താൻ അയാൾ വിളിച്ചു പറയാം. എനിക്ക് അങ്ങനെ എത്ര ആൾക്കാരില്ലേ? ഇല്ല, എത്രയോ മയ്യത്ത് ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ പാടില്ല, ഇസ്ലാം പഠിപ്പിച്ചില്ല. റസൂൽ പഠിപ്പിക്കുക വേഗം കൊണ്ടുപോവാൻ. നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ ആ സ്വർഗത്തിന്റെ സൗകര്യവുമായി ഖബറിന് കഴിഞ്ഞോട്ടെ. എന്തിനാ നിങ്ങൾ ഇവിടെ കാത്തിക്കണം? മേലിൽ ആവർത്തിക്കരുത് കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞോന്ന് പറയാൻ കഴിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ വസിയത്ത് ചെയ്യണം. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വസിയത്ത് ചെയ്യണം. ഞാൻ മരിച്ചാൽ ഇന്നൊന്നും ചെയ്യരുത്, എന്റെ മയ്യത്ത് പെട്ടെന്ന് കൊണ്ടുപോകണം, എന്റെ മയ്യത്തിന്റെ മുമ്പിൽ ഖുർആൻ ഓതരുത്, എന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ട് തസ്ബീത്തല്ലാതെ തൽക്കീർ ഓതരുത്. എല്ലാ കാര്യവും ഓരോ മയ്യത്തും വസിയത്ത് ചെയ്യണം മക്കൾക്ക്. കാരണം മക്കള് എവിടുന്നാ പെണ്ണ് കിട്ടിയത് പോലെ ആ ആദർശം ഉണ്ടാകുക അല്ലേ? ചിലപ്പോ നല്ല ഖുറാത്തുകളെ പുറകെയായിരിക്കും പെണ്ണ് കിട്ടിയിട്ടുണ്ടാകുക. അപ്പൊ ഓന്റെ അമ്മായിനും ഓന്റെ അമ്മശാങ്കിയും ഓന്റെ അളിയന്മാരൊക്കെ നാണ ഖുറാത്തുകളായിരിക്കും. അപ്പൊ അവിടെ ഖുർആൻ മയ്യത്ത് വെച്ചിട്ട് ഓതും. അപ്പൊ നിങ്ങൾ എഴുതിയേക്കണം. കാരണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളെ മക്കളെ. കാരണം ഓർക്കൊക്കെ വേണ്ട എന്താ, നിങ്ങളെ പണി കഴിഞ്ഞു. ആർക്കാ മരിച്ചോലെ വേണ്ടത്? വേണോ? മരിച്ചോലെ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കൽബിൽ നിങ്ങളെ അമ്മാനും ഇപ്പാക്കും പോയിട്ട് ഹൃദയത്തിന്റെ തന്തുക്കൾ അറിഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് റബ്ബിനോട് ചേർക്കണം കേട്ടോ. മറക്കണ്ട, അതവർക്ക് കിട്ടും. ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവുള്ള സർവ്വസമ്പത്തിനേക്കാളും ലാഭത്തിൽ അല്ല കൊടുക്കുന്ന പറഞ്ഞ്. നീ പറച്ചൂടെ? നീ കാത്തിക്കണോ? വേണ്ട. ഞാൻ സങ്കടത്തോട്ടാ പറയും. കാരണം ഒരുവിധ ആൾക്കാർ, എനിക്ക് എത്രയോ മനുഷ്യന്മാരറിയാം, ഒരു ദീനും അറിയില്ല, ഒരു അള്ളയില്ല, ഒരു ഇസ്ലാമും ഇല്ല, വലിയ താടിയും വെച്ചാൽ നടക്കും. ഒന്നും അറിയില്ല. ബാപ്പ മരിച്ചാൽ മയ്യസ്കരിക്കാൻ അറിയാത്തുണ്ട്. അറിയുള്ളൂ എത്ര വെറുതെ തന്നെ മാപ്പിള എന്ന് പറഞ്ഞ് നടക്കും. ചിലർ മാപ്പിള എന്നല്ല മുജാഹിദാന്ന് പറഞ്ഞുള്ളൂ. ഒരു വസ്തു അറിയില്ല. ഏത് നമുക്ക് നോക്കാം. റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ഹദീസൊക്കെ ഇന്ന് രാവിലെ വായിച്ചപ്പെട്ടല്ലോ, എന്റെ നെഞ്ഞു പൊട്ടിപ്പോയി. എന്താ കാരണം അറിയോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, പടച്ചോനെ നിങ്ങളുടെയൊക്കെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? മരിച്ചതിന് ശേഷമുള്ള ഖബറിൽ വെച്ചാലുള്ള അവസ്ഥ നമുക്കറിയില്ലല്ലോ. റസൂലുള്ള പറയാൻ, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുകയും കൊണ്ടുവന്ന ആളുകൾ പിരിഞ്ഞു പോവുകയും ചെയ്താൽ ഇന്നഹു ലയസ്മഉ ഖർഅന ആലിഹിം, പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പടി ശബ്ദം അല്ലാഹു അവരെ കേൾപ്പിക്കും. എന്നിട്ടോ അത് കഴിഞ്ഞാൽ അത്താഹു മലക്കാൻ, ഇവന്റെ അടുത്ത് 2 മലക്കുകൾ വരും. ഇതിപ്പോ നമുക്ക് അറിയാം. ഇനി ഇവിടെ എന്താ നടക്കുന്നത് അറിഞ്ഞോളണം. ഖബറിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ അറിയാം. അത്താഹു മലക്കാനി, എന്നിട്ടോ ഫയുഖഅദാനിഹി, അവർ 2 പേർ വന്ന 2 മലക്കുകൾ ഇവനെ ഖബറിൽ പിടിച്ചിരുത്തും കേട്ടോ. ഫയഖൂലാനി, എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്, എന്റെ റബ്ബാരാണ്, വമാ ദീനുക്, എന്റെ ദീൻ ഏതാണ്, എന്റെ ആദർശം ഏതാണ്, വമൻ നബിയുക്, എന്റെ നബി ആരാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് എന്തു പറയും?
സാധാരണ ഒരു മുസ്ലിമായ എന്താ ആള് പറയാ, മൻ റബ്ബുക്ക്, എന്റെ റബ്ബ് ആരാ ചോദിച്ചാൽ എന്ത് പറയും? റബ്ബി അല്ലാ, എന്റെ റബ്ബ് അള്ളയാണ് അല്ലേ. ഒമാ ദീനുക്ക്, എന്റെ ദീൻ ഏതാ ചോദിച്ചാൽ എന്ത് പറയും? ദീൻ ഇസ്ലാമി ദീൻ, ഇസ്ലാം ദീനാണ് എന്റെ ദീൻ അല്ലേ. മൻ നബിയുക്ക് ആച്ചാലോ, എന്റെ നബി ആരാ ചോദിച്ചാൽ മുഹമ്മദും നബി, എന്റെ നബി മുഹമ്മദ് അറിയും ഉണ്ടോ. അത് നിങ്ങൾ ഞാൻ അറബി പറഞ്ഞാലും നിങ്ങൾക്ക് ഏത് ഭാഷയിൽ പറഞ്ഞാലും വിരോധമല്ല, പക്ഷെ അത് അറിയണം, പറയാൻ കഴിയില്ല. പിടിച്ചിരുത്തിക്കുന്ന ആരാ? രണ്ട് മലക്കുകളാണ്, വല്ലാത്തൊരു രംഗാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഖബറിൽ എന്താ സംഭവിക്കുന്നു, കൊണ്ടേക്കുന്ന മയ്യത്തിന് എന്താ സംഭവിക്കുന്നത് റസൂലിനെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ അപ്പോഴാണ് മലക്കിന്റെ അടുത്ത ചോദ്യം ഞാൻ കേൾക്കേണ്ടത്. വമ്മാ യുദ്രീഖ്, ഈ വിവരം നീ എവിടുന്ന് പഠിച്ചു? അള്ളാഹാണ് റബ്ബെന്നും മുഹമ്മദ് നബി എന്നും ഇസ്ലാം ദീനാണ് ദീനും നീ എവിടുന്ന് പഠിച്ചു? അപ്പൊ അദ്ദേഹം പറയാം, ഖറഅ്തു കിതാബല്ലാഹ്, ഞാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചു. ഉണ്ടാവും, ഞാൻ വിശുദ്ധ ഖുർആൻ അതൊക്കെ പഠിച്ചത്. ഖറഅ്തു കിതാബല്ലാഹ് ഫആമൻതു ബിഹി, എന്നിട്ട് ഞാൻ ആ വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുകയും വസദ്ദഖ്തു, വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോഴോ അടുത്ത ചോദ്യം എന്താ? മാ കുൻത തഖൂൽ ഫി ഹാദ റജുൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നീ എന്താ പഠിച്ചു ചോദിച്ചു. നീ എന്താ എവിടുന്നാ പഠിച്ചത്, എന്താ പഠിച്ചത്? മറുപടി ഇതൊക്കെ ഖബറിന്റെ ചോദ്യം കേട്ടോ. ഫഅമ്മൽ മുഅ്മിൻ, വിശ്വാസിയായ മനുഷ്യൻ, ഖബറിൽ കിടക്കുന്ന ഖബറാളി വിശ്വാസിയാണെങ്കിൽ ഫയഖൂൽ, അവൻ പറയും അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂൽ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ അടിമയാണെന്നും റസൂലാണെന്നും 24 മണിക്കൂറും കൽബിൽ ഉറപ്പിച്ച് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ മൽക്കോട് പറയാൻ കഴിയണം. എന്ത് വേണം? ഇതൊന്നും കിട്ടൂല. നമ്മൾ വിചാരിക്കേണ്ട ഇവിടുന്ന് പറയുന്ന അവിടെ കിട്ടൂല ഖബറിന്ന് ഉണ്ടോ. അപ്പൊ അതിനെന്ത് വേണം? അതുകൊണ്ടല്ലേ നമ്മളിപ്പോ എല്ലാ ഇടങ്ങളും എന്റെ ഖുതുബയിൽ ഹംദുലില്ലാ പറഞ്ഞു പറഞ്ഞത് എന്ത് പറഞ്ഞു? ഹംദുലില്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ പറയില്ലേ 99 പറഞ്ഞാൽ 100 പൂർത്തീകരിക്കാൻ പറയില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ ഇല്ല, തസ്ബീഹ് കഴിഞ്ഞാലേ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എല്ലാം തഹ്ലീലും തക്ബീറും തസ്ബീഹും കഴിഞ്ഞാൽ 100 പൂർത്തീകരിക്കാൻ എന്താ പറഞ്ഞു? അത് കൽബ് തട്ടണം. വെറുതെ നീച്ചുവാനായി നിങ്ങൾക്ക് പറഞ്ഞാൽ പോരാ, എങ്കിലും ഇതൊക്കെ പറയാൻ കഴിയും കേട്ടോ. നിസ്കരിച്ചിട്ടുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബോധപൂർവ്വം ഇരുന്ന് പറയണം കേട്ടോ, എന്നിട്ട് എണീറ്റ് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം എന്താ? റസൂല, നിനക്ക് റസൂലിനെ പറ്റി എന്താ അറിയാം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുള്ളാണ് റസൂലിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഫയുഖാലു ലഹു, അപ്പൊ ആ മനുഷ്യനോട് പറയും ഖബറിനെ എന്ത്? ഉൻദുറു ഇലാ മഖ്അദിക മിനന്നാർ, നിനക്ക് അള്ളാഹു ഒരുക്കിയിരുന്ന ഒരു സീറ്റ് ഉണ്ട് നരകത്തിൽ, അതിലേക്കൊന്ന് നോക്കാം. എന്നിട്ട് പറയാം ഖദ് അബ്ദലക്കല്ലാഹ്, അള്ളാഹു ഇതിന് പകരം നൽകിയിരിക്കുന്നു മഖ്അദ മിനൽ ജന്ന, സ്വർഗത്തിലെ ഒരു സീറ്റ് എനിക്ക് വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ഖറഅ്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ പഠിച്ചോ എന്ന് മറുപടി അറിഞ്ഞു. ഞാൻ ഖുർആൻ പഠിച്ചു. ഖുർആൻ എന്നാണ് അള്ളാഹിനെ പഠിച്ചത്, റസൂലിനെ പഠിച്ചത്, മുഅ്മിനീനെ പഠിച്ചത്, ദീനിനെ പഠിച്ചത്, ഇസ്ലാം ദീൻ പഠിച്ചത് ഖുർആൻ എന്നാ എന്ന് പറഞ്ഞതിന് നിനക്കുള്ള സീറ്റ് നോക്ക്. ഉൻദുറു ഇലാ മഖ്അദിക, എവിടെ ഉള്ള? മിനന്നാർ, നരകത്തിലുള്ള. എന്നിട്ട് പറയാ ഖദ് അബ്ദലക അല്ലാഹു ബിഹി മഖ്അദ മിനൽ ജന്നത്തി, സ്വർഗം നിനക്ക് പകരം ഒരു സീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഖബറിൽ നടക്കുന്ന പരിപാടികളാണ്. നമ്മൾ മയ്യത്ത് മറാടി ഇങ്ങോട്ട് പോകുന്നു, കുറച്ചിപ്പുറത്തെത്തിയാൽ ബദ്നോൽക്ക് ഒരു കടഞ്ഞായി മണി കൊടുത്ത് ഓനെ ഉഷാറാക്കി വിടും. ഇവനെന്താ അനുഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അനുഭവങ്ങളൊക്കെ ഖബറിൽ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ വല്ലാണ്ട് പ്രയാസപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, ആ തുറദ്ദു അലൈനാ ഉഖൂലുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഭൂമിയിൽ ജീവിച്ച നാളിലുള്ളത് പോലെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഖബറിൽ വർക്ക് ചെയ്യും. എന്താ ചോദ്യം? ഖബറിന് മയ്യത്തിന് പഞ്ചേന്ദ്രിയം വർക്ക് ചെയ്യും. ഈ ശിക്ഷകളൊക്കെ അനുഭവിക്കുമ്പോഴേ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഇവിടുന്ന് ഉണ്ടായിരുന്ന എല്ലാ ബോധം മനസ്സുകളും ഉണ്ടാവുമെന്ന്. അപ്പോഴോ ഫഖാല റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞു, ഞാൻ കഹയത്തിക്കുൽ യൗം, ജീവിച്ചിരുന്ന നാളിലുള്ളത് പോലെ തന്നെ ഖബറിന് അല്ലാഹു അവനെല്ലാ അനുഭവങ്ങളും നൽകും, ദുനിയാവിൽ ജീവിച്ചതുപോലെ. അപ്പൊ ഇതെല്ലാം കഴിയാണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. ഇതെല്ലാം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുബ്തല ഹാദിഹിൽ ഉമ്മത്തു ഫീ ഖുബൂരിഹാ, എന്റെ ഉമ്മത്ത് ഖബറിൽ വല്ലാതെ പരീക്ഷിക്കപ്പെടും. അപ്പൊ ആയിഷ ബീവി പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, കൈഫാന ഇംറഅത്തുൻ അലീം ലൈഫ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഒരു ദുർബലയായ ഒരു പെണ്ണല്ലേ, ഈ ഖബറിന് ഈ ശിക്ഷയും ഈ ചോദ്യവും ഒക്കെ നമുക്ക് പിന്നെ അംഗീകരിക്കാൻ കഴിയോ? അല്ലെ അതിനെ ആ നിലക്ക് നേരിടാൻ കഴിയോ ഒരു ദുർബലയായ പെണ്ണിന് ഖബറിന്?
ആയിഷാബിയുടെ ചോദ്യം. സങ്കടാവൂലേ? പറയാൻ കഴിയുമോ? റസൂലുള്ളാഹിന്റെ മറുപടി ആയിട്ടുള്ളത് സൂറത്ത് ഇബ്രാഹിമിൽ ഒരു ആയത്ത ഓതി കൊടുത്ത് കേട്ടോളൂ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ട് ഭൂമിയിൽ ജീവിച്ച ആളുകൾക്ക് അള്ളാഹു ഖബറിൽ ഉത്തരം പറയാൻ സ്ഥൈര്യം കൊടുക്കും. സൂറത്ത് ഇബ്രാഹിമിൽ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിഖൗലി സാബിത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൊണ്ട് അള്ളാഹു അവന് സ്ഥൈര്യം നൽകും. ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വില. ഖബറിന് ഉത്തരം പറയാൻ കഴിയും. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ബിഖൗലി സാബിത്ത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, പരലോകത്ത് ചോദ്യം ചോദിച്ചാലും ഇഹലോകത്ത് ചോദ്യം ചോദിച്ചാലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ ആ നിലക്ക് ഇഹത്തിലും പരത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൊണ്ട് സുരക്ഷ ലഭ്യമാകുന്ന, ഖബറിലും പരലോകത്തും സുരക്ഷ ലഭ്യമാകുന്ന വിശ്വാസികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു ഖബറിലെ ചോദ്യം. വിശ്വാസി മറുപടി പറയും അല്ലേ? ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയും. മറുപടി പറയാൻ സൂറത്ത് ഇബ്രാഹിമിലെ ആയത്തും ആയിഷാബി ഓതി കൊടുത്തു. എന്നാൽ ഇനി ഒരു ടീമിനെയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ കേട്ടോ. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത്. കാരണം എന്താ അറിയോ? നിസ്കരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാവില്ല, ഹജ്ജിന് പോയപ്പോൾ ഈമാൻ ഉണ്ടായില്ല, ഉംറ ചെയ്തപ്പോൾ ഈമാൻ ഉണ്ടായില്ല, സദഖ കൊടുത്തപ്പോൾ ഈമാൻ ഉണ്ടായില്ല, സക്കാത്ത് കൊടുത്തപ്പോൾ ഉണ്ടായില്ല. ഒക്കെ ആളെ കാണിക്കാനും പേരെടുക്കാനും വേണ്ടിയിട്ടാണ് പല ആളുകളുടെയും അല്ലെ. ഒരു 90% ആളുകളും പ്രവർത്തിക്കുന്നില്ല. ദീനീ രംഗത്ത് ഓടി നടക്കുന്നില്ല. ഇന്നെപ്പോലുള്ള ആൾക്കാർ കുറെ ഓടി നടക്കുന്നുണ്ടല്ലോ. ഒക്കെ എന്തിനാ? ഇവിടെ സ്ഥാനമാനം കിട്ടാൻ. ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടൊരു കാര്യമില്ല. ഉണ്ടോ? അത് നിങ്ങൾക്ക് എപ്പോഴാ ബോധ്യപ്പെടുക? മരിക്കുന്ന സമയത്ത്. അതുവരെ ബോധ്യമാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലവർ മരണ ഓട്ടം ഓടും. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടിയല്ല, ഇവിടുത്തെ വലിപ്പത്തിനാണ് അല്ലേ? അല്ല, നല്ലൊരു ശതമാനം ആളുകൾ സ്ഥിരല്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ അത്തരം ആളുകളെ അള്ളാന്റെ റസൂൽ പറയാന്ന്. വഅമ്മൽ മുനാഫിഖ്, എന്നാ വിശ്വാസിയല്ല, മുനാഫിഖാണ്. മുനാഫിഖിന്റെ അടയാളപ്പ പറഞ്ഞത് പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള അധ്വാനം, പ്രവർത്തനം, സംസാരം. ഓനാ മുനാഫിഖ്. അമ്മൽ മുനാഫിഖ് വൽ കാഫിർ, കാഫർ മുനാഫിക്കിനെയും റസൂൽ ഒറ്റ തട്ടില എണ്ണിയത്. ചിലർ നിഷേധിക്കും അള്ളാഹിനും പരലോകത്തിനും ഖബറിനും എങ്ങനെ സൃഷ്ടിയൊന്നുമില്ല ഒക്കെ വെറുതെ പറയാൻ എങ്ങനെ കാഫറാവും. ചിലർ മുനാഫിക്കാവും അല്ലെ? ആ ഒക്കെ ഉണ്ട്, ആ ബെറ്റർ അപ്പം നോക്കാം നമുക്ക് എന്നിട്ട് മുനാഫിക്കാവും അല്ലെ? ഓരെ പറ്റി പറയാണ്. ഫയുഖാൽ ലഹു, അവനോട് ഖബറിന് ഇരുത്തിയിട്ട് ചോദിക്കും, മാ കുൻത തഖൂലു ഫി ഹാദർ റജുൽ, ഈ പ്രവാചകനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? റസൂലിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദ്യം. ഫയഖൂൽ, അപ്പൊ മുനാഫിക്ക് പറയും, ലാ അതിന് എനിക്ക് പ്രത്യേകമായിട്ടൊന്നും അറിയില്ല. കുന്തു അഖൂലു മാ യഖൂലു നാസ്, ജനങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ മുഹമ്മദ് നബി ഉണ്ട്, അത് റസൂലാണെന്ന് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അത് റസൂലാണെന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായില്ല. 23 കൊല്ലക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു അംശം പോലും ഞാൻ പഠിച്ചില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മുഹമ്മദ് നബി ഉണ്ട്, അത് ഞാനും വിശ്വസിച്ചത്രേ ഉള്ളൂ. അപ്പോ ഫയുഖാൽ ലഹു, അപ്പൊ മലക്ക് അവനോട് പറയും, ലാ ദറൈത വലാ തലൈത, നീ പഠിച്ചില്ല, നീ വായിച്ചില്ല. സൂക്ഷിക്കാൻ പോവുക. അപ്പൊ ആ ഖബറിൽ നിന്ന് ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ഒരു ഒറ്റടി, ലെറുബത്തൻ ഒറ്റടി. ആ പ്രയോഗത്തെ പറ്റി മഫൂൽ മുത്തലക്ക് പറയും, ഒരൊറ്റടി. അത് ആ അടിയെപ്പറ്റി റസൂലുള്ള പറയാം, ഫയസീഹു സൈഹത്തൻ, ഖബറിൽ നിന്ന് അവൻ ഭയങ്കരമായി ആ അടി കിട്ടിയിട്ട് അട്ടഹസിക്കും. യസ്മൗഹ മൻ യലീഹി, തൊട്ടടുത്തുള്ളവരെല്ലാം ആ അട്ടഹാസം കേൾക്കും. വൈറസ് സകലൈൻ, മനുഷ്യനും ജിന്നും ഒഴികെ. മനുഷ്യനും ജിന്നും ഒഴികെ എല്ലാവരും ആ ഖബറിൽ അട്ടഹാസം കേൾക്കും. മനുഷ്യനും ജിന്നും എങ്ങാനും ഈ അട്ടഹാസം കേൾക്കേണ്ടല്ലോ, എല്ലാത്തിനും ഭ്രാന്താവും. അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ചു, ഖബറിന്റെ അവിടെ നിന്ന് മരണ നിലവിളി കേൾക്കുകയാണെങ്കിൽ ഉണ്ടാവും. കണ്ണം പറമ്പ് കൂടെ നിങ്ങൾ അങ്ങനെ പോവുക, അപ്പണ്ട് നിലവിളിക്കുന്ന ശബ്ദം ഉണ്ടാവും. എല്ലാത്തിനും ഭ്രാന്താവില്ലേ? അതുകൊണ്ട് അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും ഒഴികെ ബാക്കി വേണ്ട. നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ മൃഗങ്ങളെ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഖബറും കാട്ട് കെട്ടിയിട്ട പശുവിനൊക്കെ അങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കും. ശ്രദ്ധിച്ചു നോക്കേണ്ടി ഉണ്ടോ? മുത്തഫൂൻ അലൈഹി ഹദീസ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഉമറുല്ലാന്ന് ചോദിച്ചത്,
ഇതെല്ലാം അടിയൊക്കെ കിട്ടുമ്പം പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യോ നബിയെ? തീർച്ചയായും ദുനിയാവിൽ എത്രത്തോളം നിനക്ക് അനുഭവവേദ്യമായിരുന്നു കാര്യങ്ങളെല്ലാം അതുപോലെ ഖബറിൽ അനുഭവവേദ്യമാവും. അതുകൊണ്ട് ഖബറിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ, മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചോളം അറിയണം. ഇനി ഒറ്റ ഹദീസ് കൂടി പറഞ്ഞു നിർത്താം. റസൂലുള്ളാഹി പറയാണ്, അള്ളാന്റെ കൽപ്പനകൾക്ക് ഒരു വിലയില്ല. ആണുണ്ട് പെണ്ണുണ്ട് അല്ലെ? വസ്ത്രമാകാം, കല്യാണമാവാം, ഭക്ഷണമാകാം, എന്തിലും അള്ളാന്റെ കൽപ്പനകൾക്ക് ഒരു വിലയുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ ഒരു ഭരിച്ചാൽ റസൂലുള്ളാഹി പറയാം, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യം ചെയ്ത് പറയാം, ഇന്നഹു ലയുസല്ലിത്തു അലൈഹി 99 തിമ്മീനൻ, 99 തിന്നീനെ ഈ തമ്മാടിയുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ 99 തിന്നീനെ അള്ളാഹു നിശ്ചയിക്കും. അപ്പൊ സഹാബ് ചോദിച്ചു, തിന്നീൻ, അള്ളാന്റെ റസൂൽ എന്താണ് ഈ തിന്നീൻ എന്ന് പറഞ്ഞാൽ? 99 തിന്നീൻ എന്താണ് അവർക്കറിയില്ല. കാരണം തിന്നീൻ എന്ന പ്രയോഗം അറബികളെ സംബന്ധിച്ചുള്ള ഉപയോഗത്തിലില്ലാത്ത, അതുകൊണ്ടാണ് ചോദിച്ചത് എന്താണ്. അപ്പൊ റസൂൽ പറയാം, ഒരു തിന്നീൻ എന്ന് പറഞ്ഞാൽ 70 ഹയ്യത്തൻ, 70 പാമ്പാണ്. 70 ഉഗ്ര വിഷമുള്ള പാമ്പിനാണ് എന്താ പറയാ തിന്നീൻ. അത് എത്രണ്ണം? ഇവിടെ പറഞ്ഞ ഒരൊറ്റ തിന്നീൻ എന്നാൽ എത്രയാണ്? 70 ഹയ്യത്തൻ, 70. അപ്പൊ അങ്ങനെ ആകുമ്പോഴോ, അപ്പൊ ഇവിടെ പറഞ്ഞ എത്ര? 99 തിന്നീൻ ഉണ്ടാവും കൂട്ടാളിയായിട്ട്. അള്ളാഹു നമ്മയെല്ലാം കാക്കട്ടെ. കാരണം മരണയാത്ര എന്ന് പറഞ്ഞാൽ ആരുമില്ല അല്ലേ? എല്ലാവരും കൈവടിഞ്ഞു. നമ്മളുടെ സമ്പത്തിനോ നമ്മളെ കുടുംബത്തിനോ നമ്മളെ ഭാര്യക്കോ നമ്മളെ മക്കൾക്കോ ആർക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തം അമലുകൾ കൊണ്ട് ഖബറിലും പരലോകത്തും രക്ഷപ്പെടാൻ പ്രവർത്തിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിഞ്ഞുപോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ഉള്ളതിൽ ബർക്കത്ത് ലഭ്യമാവുകയും ചെയ്യുന്ന മുത്തഖീകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.